ഹലോ, ഇന്നൊരു സ്വീറ്റ് ഡിഷാണ് കേട്ടോ നമ്മളാക്കുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി കേസരിയാണ് ആക്കുന്നത്. അപ്പോൾ ഒരു അടി കട്ടിയില്ല നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക. അത് അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിനകത്തേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഒരു 1.5 കപ്പ് റവ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം. കൈവിടാതെ ഇതുപോലെ നല്ലതായിട്ട് ഫ്രൈ ചെയ്യണം. റവ നന്നായി മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് ഇച്ചിരി പൊടിച്ച് വെച്ചിരിക്കുന്ന വെല്ലം അല്ലെങ്കിൽ ശർക്കര എന്നും പറയും, അത് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഏകദേശം മധുരത്തിനനുസരിച്ചാണ് കേട്ടോ. ഞാനിവിടെ ഒരു 3 to 3.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് ഒരു പാകം മധുരമായിരിക്കും. നിങ്ങൾക്ക് കുറച്ചും കൂടി സ്വീറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ബട്ട് ഞാൻ പറഞ്ഞ പോലെ ഹെൽത്തി വേർഷൻ ആകുമ്പോൾ നമ്മൾ കുറച്ച് കുറയ്ക്കുന്നതായിരിക്കും നല്ലത് സ്വീറ്റൊക്കെ. അപ്പം നമ്മൾ ഇതുപോലെ നല്ലതായിട്ട് അത് മൂപ്പിച്ചെടുക്കണം. ഇതുപോലെ ബ്രൗൺ കളറാണ് കേട്ടോ. കൈവിടാതെ നമ്മൾ നല്ലതായിട്ട് മൂപ്പിച്ച് കഴിഞ്ഞ് ഈ ബ്രൗൺ കളറാകുമ്പോഴേക്കും നമ്മളിതിലേക്ക് ഡബിൾ വെള്ളം ആഡ് ചെയ്യണം. അപ്പോൾ 1.5 കപ്പ് റവയ്ക്ക് ഞാനിവിടെ 3 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ആഡ് ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് കട്ട പോലെ ഉണ്ടാവും. നമ്മൾ നന്നായി ഉടച്ചെടുത്തിട്ട് പിന്നെ ബാക്കി വെള്ളം ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലതായിട്ട് കൈ വിടാതെ വീണ്ടും നമ്മളിങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ ഉപ്പുമാവിനെല്ലാക്കില്ലേ അതേപോലെ ഇരിക്കും. അപ്പം നമ്മൾ ഇത് നല്ലതായിട്ട് ഒരു റവ വെന്ത് വരുന്നവരെ ഇതുപോലെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് തീ ഇച്ചിരി ലോയിൽ വെച്ചിട്ട് മെല്ലെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ റവ ആ സമയത്ത് വെന്ത് കിട്ടും. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ റവ പെട്ടെന്ന് വെള്ളം എവാപ്പറേറ്റ് ചെയ്ത് റവ വേവത്തില്ല. അപ്പോൾ ഇതുപോലെ തിരിച്ച് മറിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇത് കഴിയുമ്പോഴേക്കും ഇത് നമ്മുടെ പാനിൽ നിന്നും വിട്ട് മാറാൻ തുടങ്ങും. അതാണ് അതിൻ്റെ ഒരു പാകം. ഇതുപോലെ ഞാനിങ്ങനെ ടേൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് പാത്രത്തിൽ നിന്ന് വിട്ടുമാറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി നെയ്യൊക്കെ ഒഴിക്കുകയാണെങ്കിൽ ഇനിയും ഈസി ആയിട്ട് വരും കേട്ടോ. പക്ഷെ നമ്മൾ ഹെൽത്തി വേർഷൻ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ലാസ്റ്റിൽ ജസ്റ്റ് ഒരു 1/4 സ്പൂൺ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം. കൂടുതൽ നെയ്യൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഷുഗറും ആഡ് ചെയ്തിട്ടില്ല, ഒത്തിരി നെയ്യും ഇല്ല. അപ്പം നല്ലൊരു ഹെൽത്തി വേർഷനാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതുപോലെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാനാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ബദാം ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. താങ്ക് യു.